അറിയില്ല, ഏതോ ഒരു ലോറിന്റെതാ. നമ്മളെ ട്രക്കല്ല, വേറെ ഏതോ ട്രക്കാ. അപ്പം ഈ അടിയിൽ കണ്ട തലകീഴായി കിടക്കുന്നു എന്ന് പറയുന്ന ലോറിയും ആ ട്രക്കാകാൻ സാധ്യതയില്ല, അങ്ങോട്ട് ട്രക്കാകാൻ സാധ്യതയില്ല. അതറിയില്ല, അതറിയില്ല. ഇത് നമ്മളതല്ല. അറിയില്ല. നമ്മളതല്ല. ഇല്ല, ഒരാവശ്യമില്ല. ഇത് നമ്മളതല്ല. ഇത് പഴയ വണ്ടിയാ. ടാങ്കറിന്റെ ബ്ലാക്ക് കളറാ ഞങ്ങളത്. ഇത് ഫ്രണ്ട് വീലല്ലേ? ഫ്രണ്ട് വീൽ. അത് നിങ്ങളുടെ ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളറാ. ഇത് റെഡാണ്. ഇത് പഴയ വണ്ടിയാ. എന്താ അറിയില്ല, ഏത് ലോറി ആയാലും ഇത് പഴയ ഒരു ലോറിയാ, ഉറപ്പാ. മനാഫിന്റെ പ്രതികരണമാണ് കണ്ടത്. ഇപ്പോൾ എടുത്ത ടയറിന്റെ ഭാഗം അത് തങ്ങളുടെ വണ്ടിയുടേതല്ല, പഴയൊരു വണ്ടിയുടേതാണ് എന്നാണ് മനാഫ് ഉറപ്പിക്കുന്നത്. എന്തായാലും നേരത്തെ ഈശ്വർ മാൽപ്പയൊക്കെ ഇറങ്ങി കുരുക്കിട്ട് ഉയർത്തിയെടുത്തതാണ് ആക്സിലും 2 ടയറുകളും. അത് പക്ഷേ മനാഫിൻ്റെ വണ്ടിയുടേതല്ല എന്ന് മനാഫ് ഉറപ്പിക്കുന്നുണ്ട്. മറ്റൊരിടത്ത് ഇപ്പോഴും ഈശ്വർ മാൽപ്പയെ ഇറങ്ങി കുരുക്കിട്ട് സാധനങ്ങൾ ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഒരുപക്ഷെ അർജുൻ്റെ വാഹനത്തിൻ്റേതാകും ഉയർത്തിക്കൊണ്ടുവരുന്ന ഭാഗങ്ങളെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ അപകടത്തിൽപ്പെട്ടു എന്ന് കരുതുന്ന ആ ടാങ്കർ ലോറിയുടെ ടയറുകളാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനങ്ങൾ ഇതുപോലെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റേതാകാം. എന്തായാലും കേരളത്തിൽ നിന്ന് പോയ മനാഫിൻ്റെ വണ്ടിയുടേതല്ല എന്നാണ് മനാഫ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ സ്ഥിരീകരിക്കുന്നത്. ബിജു പങ്കജ് തുടരുന്നുണ്ട്. ബിജു, കുറച്ച് അങ്ങോട്ടേക്ക് മാറിയുള്ള ഒരു തിരച്ചിൽ ഈശ്വർ മാൽപ്പ അങ്ങോട്ടേക്ക് മാറി മുങ്ങിയിരുന്നല്ലോ. അവിടെ എന്തെങ്കിലും കുരുക്കിട്ട് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? ഡ്രഡ്ജർ അങ്ങോട്ടേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈശ്വർ മാൽപ്പെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് എത്തി. ഇവിടെ നിന്ന് ആ ഒരു സ്പോട്ടിലേക്ക് എത്തിയിരുന്നു. പിന്നീട് അവിടെ നിന്ന് കയർ ഉറപ്പിക്കുന്ന കാഴ്ച കണ്ടു. ഇപ്പോൾ ഈശ്വർ മാൽപ്പെ കരയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്താണ് നിൽക്കുന്നത്. SDRF സംഘാംഗങ്ങൾ കുറച്ചപ്പുറത്തേക്ക് നീങ്ങി നിൽക്കുന്നു. ഇനി എന്തായാലും നേരത്തെ നമ്മൾ കണ്ട ആ ഒരു രീതിയിലുള്ള ഒരു നീക്കത്തിന്റെ നേരെ അതിന് സമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഇതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെറിയ ഒരു തോണിയിൽ ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈശ്വർ മാൽപ്പയെ കുറച്ചുകൂടി തീരത്തോട് ചേർന്ന സ്ഥലത്ത് മുങ്ങാനുള്ള ശ്രമങ്ങളാണ്. അവിടെയും നേരത്തെ കയറൊക്കെ മാർക്ക് ചെയ്തിട്ടിരുന്നു. അവിടെയും വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ അത് അർജുൻ്റെ വാഹനത്തിൻ്റെതാണോ എന്ന് നമുക്കിപ്പോൾ ഒരു ഉറപ്പുമില്ല. നേരത്തെ കണ്ടെത്തിയ ടയർ അർജുൻ്റെ വാഹനത്തിൻ്റെതല്ല എന്ന് ഉടമ മനാഫ് അല്പം മുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈശ്വർ മാൽപ്പെ ആ ടയർ ഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ അദ്ദേഹം കുറച്ച് മീറ്ററുകൾ ഇങ്ങോട്ടേക്ക് മാറി അടുത്ത മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത് മുങ്ങാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഡ്രഡ്ജർ അങ്ങോട്ടേക്ക് കുറച്ചുകൂടി ആ സമീപത്തേക്ക് നീക്കിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. 6 മണി വരെ മാത്രമാണ് ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി എന്ന് നേരത്തെ സാരംഗ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി 1 മണിക്കൂർ കൊണ്ട് ഇന്നത്തെ ഒരു തിരച്ചിൽ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ വലിയ ഒരു ആശ്വാസത്തിൻ്റെ ഒരു ഘട്ടമെന്ന് നമ്മൾ കരുതിയതാണ്. കാരണം അർജുൻ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഓടിച്ചിരുന്ന ആ വാഹനത്തിൻ്റെ ഭാഗങ്ങളാണ് കണ്ടെത്തുന്നത് എങ്കിൽ ബാക്കി അത്രയും അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടാകുമായിരുന്നു. പക്ഷെ അത് യാഥാർത്ഥ്യമായില്ല. കണ്ടെത്തിയ ടയറും ആക്സിലും അത് മറ്റൊരു വണ്ടിയുടേതാണ് എന്ന് മനാഫ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈശ്വർ മാൽപ്പെ കുറച്ച് മീറ്ററുകൾ ഇങ്ങോട്ടേക്ക് മാറി അവിടെയും തിരച്ചിൽ നടത്താനുള്ള ശ്രമങ്ങളാണ്. ഈ ഡ്രഡ്ജർ അങ്ങോട്ടേക്ക് കുറച്ചുകൂടി സമീപത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കുരുക്കുകളിട്ട് അവിടെ കണ്ടെത്തിയിട്ടുള്ള വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാകും. അതിനി അർജുൻ്റെ ലോറിയുടേതാണോ അതോ മറ്റേതെങ്കിലും വാഹനങ്ങളുടേതാണോ എന്ന് നമുക്കിപ്പോൾ നിലവിൽ ഉറപ്പിക്കാറായിട്ടില്ല. നേരത്തെ നാവികസേനയുടെയും ഒക്കെ ഡ്രോണൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധനകളിലൂടെയാണ് ഏതൊക്കെ സ്ഥലങ്ങളിൽ വാഹനത്തിൻ്റെതായ അവശിഷ്ടങ്ങളുടെ അല്ലെങ്കിൽ ഇരുമ്പ് സാന്നിധ്യമുണ്ട് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് അതൊക്കെ മാർക്ക് ചെയ്തു വെച്ചിരുന്നു. ബിജു പങ്കജ് ചേരുന്നുണ്ട്. ബിജു, സമയം 1 മണിക്കൂർ കഷ്ടി മാത്രമാണ് ഇന്നത്തെ ഒരു തെരച്ചിലിന് അനുവദിക്കപ്പെട്ട സമയമുള്ളൂ. അതിനിടയിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഡ്രഡ്ജർ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കുന്നത് കണ്ടല്ലോ. അവിടെ ഇനി അടുത്ത തെരച്ചിൽ അവിടെ ആയിരിക്കുമോ?
അതെ അതെ, രണ്ടാമത്തെ പോയിന്റാണിത്. ഇത് ഈശ്വർ മാൽപേ കണ്ടെത്തിയ രണ്ടാമത്തെ പോയിന്റ്. ഈ 2 പോയിന്റുകളിലാണ് 2 വാഹനങ്ങളുടെ അവശേഷങ്ങൾ അദ്ദേഹം കണ്ടെത്തിയത്. ഇപ്പോ അദ്ദേഹം കാണിച്ചു കൊടുത്ത ആ പോയിന്റിൽ നിന്നാണ് ഇപ്പോ പരിശോധന നടക്കുന്നത്. നമ്മുടെ ക്യാമറയ്ക്ക് അഭിമുഖമായി തൊട്ടടുത്ത് തന്നെയാണ്. ആ ദൃശ്യങ്ങൾ അത്ര വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ പറ്റും. മാൽപേ വീണ്ടും മുങ്ങിയിട്ടുണ്ട്. അതായത് വീണ്ടും അതിന്റെ ലൊക്കേഷൻ നോക്കിയാണല്ലേ സാരൻ? ഇപ്പോൾ ഈശ്വർ മാൽപേ വീണ്ടും ഡൈവ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാം. ഇപ്പോൾ ഇവിടെ ഡ്രഡ്ജറിൽ നിന്നും വലിയ ഒരു കയറ് കെട്ടി താഴത്തേക്ക് കൊടുക്കുന്നുണ്ട്. അതൊരു പക്ഷേ ആ സ്ഥലം മാർക്ക് ചെയ്യാൻ ഒന്നുകൂടി കൃത്യമായി മാർക്ക് ചെയ്യാനുള്ളതിന്റെ ഭാഗമായിട്ടായിരിക്കും അവർ പക്ഷേ കയറിട്ട് കൊടുക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ കണ്ടതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും. ട്രെയിനിൽ നിന്ന് പോകുന്നു, അവിടെ നിന്ന് അത്തരത്തിലൊരു കുരുക്കുണ്ടാക്കി താഴത്തേക്ക് എടുത്ത് വാഹനത്തിന്റെ ഭാഗം മുകളിലേക്ക് എടുത്താനുള്ള ശ്രമം തന്നെയായിരിക്കും. പക്ഷേ സമയം പരിമിതമാണ്. ഇവിടെ വെളിച്ചക്കുറവ് അല്പസമയം കൂടി 1 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെളിച്ചക്കുറവ് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പരിമിതമായ സമയം മാത്രമേ നമുക്ക് മുൻപിലുള്ളൂ. ഇനി ആ ഒരു സമയത്തിനകത്ത് ഇപ്പോൾ മാർക്ക് ചെയ്ത 2 സ്ഥലത്തെയും പൊള്ളി സ്ഥലത്തെ പൂർണ്ണമായി നമുക്ക് തിരച്ചിൽ ആ ഒരു ഭാഗത്തെ ആ ഒരു സംശയം നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഇവിടെയും കൂടി ഇത്തരത്തിൽ മറ്റൊരു വാഹന ഭാഗമാണ്. ഇത് ലോറിയുടെയോ മറ്റൊന്നുമില്ല, ചെറിയ ചെറിയ വാഹനമാണെന്ന് പറയുന്നു. പക്ഷേ അത് ചിലപ്പോൾ തകർന്ന ലോറിയുടെ അവശിഷ്ടമായി കൂടായില്ല. അങ്ങനെയൊക്കെ നമ്മൾ വയനാട്ടിൽ കണ്ടതാണ്. ഒരു വലിയ ടാങ്കർ ലോറിയുടെ അവശിഷ്ടങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ ഈ തകർന്നടിഞ്ഞു എന്ന് കണ്ടാണ്. അത് ഒരു പക്ഷേ അത് അങ്ങനെ വേണമെങ്കിൽ ആയിക്കൂടാ. അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ വയ്ക്കാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ ദിവസത്തെ ആദ്യ ദൗത്യത്തിന്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോവാണ്. പ്രധാനമായിട്ട് ഇപ്പം സമയം 5 മണിയോട് ആയിട്ടുണ്ട്. അപ്പം ഇനി അധികം 1 മണിക്കൂറോളൊക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ അത് അത്രയൊന്നും വേണ്ടി വരില്ല. കാരണം ഇപ്പൊ ഈ 2 വാഹനാവശിഷ്ടങ്ങൾ മാത്രമാണ് ഇന്ന് മാൽപേ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോ അത് കണ്ടെത്തുക. അപ്പൊ മാൽപേ ആ ബോട്ടിനോട് SDRFന്റെ ബോട്ടിനോട് ചേർന്ന് കിടപ്പുണ്ട്. അപ്പൊ അത് പുള്ളി ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ക്രെയിൻ തിരിച്ചിട്ട് കണ്ടെത്തിയ ഭാഗത്തേക്ക് മാൽപേ അതിന്റെ കൊളുത്തിയെടുക്കാനുള്ള കുരുക്കുമായി മുങ്ങും. അങ്ങനെ വീണ്ടും അടിയിലേക്ക് പോകും. എന്നിട്ട് ആ വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്.